അലൈക്കും. 7ാം ക്ലാസ്സിലെ പാഠം 3 ചോദ്യോത്തരങ്ങൾ നോക്കാം. അതിന് മുമ്പായിട്ട് പാഠം 1ഉം പാഠം 2ഉം വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. പാഠം 3 അശ്റത്തുൽ മുബശ്ശറ. അശ്റത്തുൽ മുബശ്ശറ എന്ന പേരിൽ അറിയപ്പെടുന്നു ആര്? 10 സ്വഹാബികളെ പറ്റി അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരാണ് അശ്റത്തുൽ മുബശ്ശിറ. ആരൊക്കെയാണ് അശ്റത്തുൽ മുബശ്ശിറ? 1 അബൂബക്കർ, 2 ഉമർ, 3 ഉസ്മാൻ, 4 അലി, 5 സഅദ് ബിൻ അബി വഖാഫ്, 6 സഈദ് ബിൻ സൈദ്, 7 സുബൈർ ബിൻ ഹവാം, 8 തൽഹത്ത് ബിൻ ഉബൈദുള്ള, 9 അബു ഉബൈദുള്ള, 10 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്നിവരാണ് അവർ. അശ്റത്തുൽ മുബശ്ശിറയുടെ പ്രത്യേകതകൾ എന്താണ്? ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും എല്ലാ പ്രയാസങ്ങളും സഹിക്കുകയും എല്ലാ രംഗങ്ങളിലും ഹാജരാവുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവർ. ഈ പാഠത്തിൽ ഇനി കാര്യമായിട്ട് പഠിക്കാനുള്ളത് അശ്റത്തുൽ മുബശ്ശിറയിലെ 10 പേരുകളും അവരുടെ കുടുംബം, മരണം, വയസ്സ്, ഖബർ എന്നിവയാണ് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോ ആദ്യം ഓർഡറിൽ തന്നെ ഓരോന്നോരോന്ന് അബൂബക്കർ 1, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 3, അതുപോലെ ഓർഡറിൽ ഇങ്ങനെ താഴത്തേക്ക് പഠിച്ചു പോരുക 10 ആൾക്കാർക്ക്. അത് കഴിഞ്ഞിട്ട് കുടുംബം, അതുപോലെ തന്നെ 10 എണ്ണം. 1 ബനു തൈമ്, 2 ബനു അദിയ്യ്, 3 ബനു ഉമയ്യ, അതുപോലെ പഠിക്കുക. അതുപോലെ തന്നെ മരണവും താഴത്തേക്ക് പഠിക്കുക. 1 ഹിജറ 13, 2 ഹിജറ 23, 3 ഹിജറ 35, അങ്ങനെ പഠിച്ചു പോയ. അതുപോലെ വയസ്സ് 1 63, 2 63, 3 83, അങ്ങനെ പഠിച്ചു പോരുക. അതുപോലെ തന്നെ ഖബറും ഹുജറ ഷരീഫത്ത് 1, ഹുജറ ഷരീഫത്ത് 2, ജന്നത്തുൽ ബഖിയ 3, 4 കൂഫ. അതുപോലെ ഓർഡറിൽ താഴത്തേക്ക് 10 ആൾക്കാർ പഠിക്കുക. അപ്പൊ പരീക്ഷക്ക് അഥവാ ചോദ്യം വരികയാണ്, എക്സാം റെഡിയാണെന്ന് പറഞ്ഞു തരാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്ര? അപ്പൊ നിങ്ങൾ അലി റളിയല്ലാഹു അൻഹു എത്രാമത്തെ ആളാണെന്ന് നോക്കുക. 1, 2, 3, 4, 4ാമത്തെ ആളാണ് അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് നേരെ വയസ്സ് എടുക്കുക. വയസ്സിൽ 4ാമത്തെ വയസ്സ് ആയിരിക്കും അലി റളിയല്ലാഹുവിന്റെ. അപ്പൊ നമ്മൾ 1 63 ആണ്, അതല്ല. 2 63 ആണ്, അതല്ല. 3 83 ആണ്, അതല്ല. 4 63 ആണ്. 4ാമത്തെ ആളാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പൊ 63ാമത്തെ അലി. അതുപോലെ തന്നെ കുടുംബം, മരണം, വയസ്സ്, ഖബർ എല്ലാം അതുപോലെ നിങ്ങൾ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കിട്ടും. അപ്പൊ ഈ പാഠത്തില് അത്ര തന്നെ ഉള്ളു കാര്യമായിട്ടുള്ളത്. അപ്പൊ മുൻപത്തെ വീഡിയോസ് നിങ്ങൾ കാണുക, പഠിക്കുക. പരീക്ഷ അടുക്കാറായി. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.